ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജൂലൈ 1, 2026. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമുക്കൊക്കെ അറിയുന്നതാണ്. വളരെ വാർത്തകളിൽ നിറഞ്ഞ വർഷമായിരുന്നു 2026. പ്രത്യേകിച്ചും അദ്ദേഹം ജാനുവരി 2025 അധികാരമേറ്റത്. രണ്ടാമത്തെ പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റിരിക്കുന്നത് 2025 ജനുവരിയിലാണ്. അപ്പോൾ 2025 ജനുവരി അമേരിക്കയുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് 2025 ജനുവരി മുതൽ ഡിസംബർ വരെയാണ് അവരുടെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അവിടുത്തെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എത്തിക്സ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ, അദ്ദേഹം നടത്തിയിരിക്കുന്ന ഫിനാൻഷ്യൽ ഡീലുകൾ, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡീലുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിപ്പോൾ മീഡിയയിലും എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറുകളിൽ ഏറ്റവും കൂടുതൽ പേജുകളുള്ള ഡിസ്ക്ലോഷർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. 927 പേജുകളാണ് ട്രംപിൻ്റെ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ വന്നിരിക്കുന്നത്. അതിൻ്റെ വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ പ്രസിഡൻ്റായിരുന്ന ബാരക് ഒബാമ, അതുപോലെ തന്നെ ബൈഡൻ്റെ ഒക്കെ വെറും 8-9 പേജുകളൊക്കെ ആയിരുന്നു. അതായത് ഒബാമയുടേത് വെറും 8 പേജുകളായിരുന്നു ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ ഉണ്ടായിരുന്നത്. ബൈഡൻ്റെത് വെറും 11 പേജുകളായിരുന്നു. അവിടെയാണ് 927 പേജുകളുള്ള ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറുകൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, അതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ ഒരു ട്രംപ് ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. യുദ്ധമായാലും താരിഫ് ആയാലും അദ്ദേഹം വന്നതിന് ശേഷം 1 by 1 ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതായിരുന്നു. നമ്മളൊക്കെ മറ്റു ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് പുറമെ ട്രംപിൻ്റെ ട്വീറ്റുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വർഷമായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറുകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്. 927 പേജുകളുള്ള ട്രംപിൻ്റെ ഈ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വെൽത്ത്, അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വെൽത്തിലുണ്ടായിരുന്ന വ്യത്യാസമാണ്. അതായത് 2025 അദ്ദേഹം പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 2.4 ബില്യൺ ആയിരുന്നു. അതായത് 22,728 കോടി രൂപയുടെ, ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 22,728 കോടി രൂപയുടെ ആസ്തിയാണ് ട്രംപിനുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം രണ്ടാമത്തെ ടേമിൽ പ്രസിഡന്റായിട്ട് വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 56,820 കോടി രൂപയാണ്. അതായത് 2.4 ബില്യണിൽ നിന്നും 6 ബില്യൺ ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അറിയാം, ഇരട്ടിയിലധികം, 2 ഇരട്ടി എന്ന് തന്നെ പറയാം. 2 ഇരട്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇൻകം വന്നിരിക്കുന്നത് ബിറ്റ്കോയിൻ, ഷെയറുകൾ, ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇതിൽ കൂടെ തന്നെയാണ്. അതായത് മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, മാസീവ് റിട്ടേൺ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്, ബിറ്റ്കോയിൻ, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിലൂടെ കൂടി അദ്ദേഹം വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി. നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പരിശോധിക്കുന്ന സമയത്തും ഇത്രയും വാറും കാര്യങ്ങളൊക്കെ അദ്ദേഹം ലീഡ് ചെയ്യുന്ന സമയത്തും അദ്ദേഹം ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തില്ല എന്ന് വേണം കരുതാൻ. മേജറായിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ചില ഓഹരികൾ വിറ്റുമാറിയിട്ടുണ്ട് എന്നല്ലാതെ ഷോർട്ട് പൊസിഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. നമ്മളൊക്കെ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തു, നിഫ്റ്റി ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഷോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊന്ന്. പിന്നെ ക്രിപ്റ്റോയിലൂടെയാണ് അദ്ദേഹം ഏകദേശം നല്ല രീതിയിലുള്ള പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 2024 വെറും $600 മില്യൺ, അതായത് വെറും 5,682 കോടി രൂപയുടെ വരുമാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അത് 2025 ഡിസ്ക്ലോഷർ അനുസരിച്ച് 20,834 കോടി രൂപയുടെ ഇൻകം, അതായത് 4 ഇരട്ടി ഇൻകം വർദ്ധിച്ചു. ക്രിപ്റ്റോയിൽ നിന്നും മാത്രം 13,258 കോടി രൂപയുടെ വരുമാനമാണ് ട്രംപ് 2025 സമ്പാദിച്ചത്. ഇനി ക്രിപ്റ്റോയുടെ സോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട്. സെലിബ്രേഷൻ കോയിൻസ്, അതിൽ നിന്നും 6,013 കോടി രൂപ. വേൾഡ് ലിബർട്ടറി ഫിനാൻഷ്യൽ ടേക്കൺ സെയിൽസ്, അതിൽ നിന്നും 4,877 കോടി രൂപ. WLF വാലറ്റ് ഇൻകം 2,746 കോടി രൂപ. WLF ഇക്വിറ്റി സെയിൽസ്, അതിൽ നിന്നും 616 കോടി രൂപ. അതുപോലെ തന്നെ കോയിൻ ബേസ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് 94.7 ലക്ഷം ആണ്, 1 കോടിയോട് അടുപ്പിച്ച്. അതായത് ഗോൾഡ് ബാറുകൾ, ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം ഡോളർ വരെയാണ് ഗോൾഡ് ബാറുകളിൽ അദ്ദേഹം, $10 ലക്ഷം കേട്ടോ, $10 ലക്ഷം വരെയാണ് ഗോൾഡ് ബാറുകളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. സ്പോർട്സ് ഇവന്റുകളുടെ ടിക്കറ്റുകളും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത് വഴി ഏകദേശം $3.7 ലക്ഷം, $3.7 ലക്ഷം
വരുമാനവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഷെയറുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 18 ഓഗസ്റ്റ് 2025, ഇത് 2025 ഡിസ്ക്ലോഷറാണ്. 18 ഓഗസ്റ്റ് 2025 ആപ്പിൾ, എൻവിഡിയ, മൈക്രോസോഫ്റ്റ് ഈ 3 കമ്പനികളിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് വളരെ വിചിത്രമാണ്. അതായത് ആ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ന്യൂസുകൾ വരുന്നതിന് തൊട്ട് മുന്നാണ് ഈ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. 50 ലക്ഷം മുതൽ 5 മില്യൺ മുതൽ ഏകദേശം 2.5 മില്യൺ വരെ, 5 മില്യൺ മുതൽ 25 മില്യൺ വരെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഈ 3 കമ്പനികളിലായിട്ട് പലപ്പോഴായിട്ട് പോകുന്നത്. ഈ കമ്പനികളൊക്കെ തന്നെ AI ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് മുന്നേറുന്ന സമയത്തും ന്യൂസുകൾ വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻസ് ഇതിന് മുന്നോടിയായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് 23 സെപ്റ്റംബർ 2025 ആമസോൺ കമ്പനിയിൽ ഏകദേശം 5 ലക്ഷം ഓഹരികൾ അദ്ദേഹം 5 ലക്ഷം മുതൽ ഏകദേശം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ള ഓഹരികൾ അദ്ദേഹം വാങ്ങിയതായിട്ട്, $10 ലക്ഷം ഉള്ള ഓഹരികൾ അദ്ദേഹം വാങ്ങിയതായിട്ട് കാണുന്നു. പിന്നെ ഒരു കമ്പനി പ്രിസൺ കമ്പനിയാണ്. പ്രിസൺ കമ്പനിയിൽ $1,43,000 മുതൽ $4,45,000 ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ പല ഇൻകം, യൂട്യൂബ് റവന്യൂസ് മാത്രം, അതായത് ABC സെറ്റിൽമെൻറ്റ്, CSB, മെറ്റ, ഫേസ്ബുക്കിൽ നിന്നും 232 കോടി രൂപ, യൂട്യൂബ് സെറ്റിൽമെൻറ്റിൽ നിന്നും 208 കോടി രൂപ, ഗിഫ്റ്റ് റിസീവ്ഡ് 4.17 കോടി രൂപയുടെ ഗിഫ്റ്റുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല സോഴ്സ് ഓഫ് ഇൻകം കാണുന്നുണ്ട് അദ്ദേഹത്തിന്. മെറ്റ ഫേസ്ബുക്കിൽ നിന്നും 232 കോടി രൂപ, CBS സെറ്റിൽമെൻറ്റിൽ നിന്നും 151 കോടി രൂപ, ട്വിറ്ററിൽ നിന്നും 76 കോടി രൂപ. സോ ഗോൾഫ് ക്ലബ്ബ് പ്രോപ്പർട്ടീസ് അതിൽ നിന്ന് 2,746 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. റിസോർട്ടിൽ നിന്നും 729 കോടി രൂപ. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് എങ്കിലും ആസ് എ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. മെറ്റ, ഫേസ്ബുക്ക്, അങ്ങനെ പല സോഴ്സുകളിൽ നിന്നും, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കോടികളാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്നിരിക്കുന്നത് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് ഷെയർസിൽ നിന്നൊക്കെയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2025 ജനുവരി 1 മുതൽ 31 മാർച്ച് 2026 വരെ, അതായത് 2 മാസം മുമ്പ് വരെ, നമ്മൾ വാർ ആരംഭിക്കുന്നത് ഫെബ്രുവരി 2026 2025 ജനുവരി 1 മുതൽ 31 മാർച്ച് 2026 വരെ അദ്ദേഹം നടത്തിയിരിക്കുന്ന മൊത്തം ട്രേഡ് എന്ന് പറയുന്നത് 5185 ട്രേഡുകളാണ്. സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഞാൻ പറയുന്നത്. 5185 ട്രേഡുകൾ. അതിൽ 3877 ട്രേഡുകൾ ബൈ സൈഡാണ്, അതായത് ആ ഓഹരികൾ വാങ്ങിയിരിക്കുകയാണ്. 1308 ട്രേഡുകൾ സെല്ലിംഗ് സൈഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ആവറേജ് 80 ട്രേഡുകൾ വെച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, 17 മാർച്ച് 2026 വാർ 2028 ഫെബ്രുവരി തുടങ്ങി 17 ദിവസം കഴിഞ്ഞ് യഥാർത്ഥ വാർ പ്രഖ്യാപിച്ച് വാർ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് 17 മാർച്ച് 2026 ഒരു ദിവസം 341 ട്രേഡുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 341 ട്രേഡുകൾ നടത്തിയിരിക്കുന്നു ആ കൃത്യമായിട്ടുള്ള വാർ ടൈമിൽ. അതായത് ആവറേജ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റാണ്, പക്ഷേ അദ്ദേഹം നേരിട്ട് ട്രേഡ്, അദ്ദേഹം അതിലും പറയുന്നുണ്ട്, ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹമല്ല നേരിട്ട് ട്രേഡുകൾ നടത്തുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി ഒഫീഷ്യലാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഇതിൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പല കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ന്യൂസുകൾ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ കമ്പനി പ്രധാനപ്പെട്ട പല അനൗൺസ്മെന്റുകൾ നടത്തുന്നതിന് മുമ്പൊക്കെയാണ്. അതിനുശേഷം ഓഹരികളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുന്നു. നമുക്കിവിടെ സെബിയൊക്കെ ഉണ്ട്, അവിടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ അവരുടെ ഒഫീഷ്യൽ അതോറിറ്റീസ് ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റീസ് കൺട്രോളറൊക്കെ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങൾക്ക് വിധേയമാകുമെന്ന് അറിയില്ല എങ്കിലും, പക്ഷേ വലിയൊരു ഡിസ്ക്ലോഷർ അദ്ദേഹത്തിൻ്റെ. നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ ട്രംപിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല, വാറിൻ്റെ ഇഫക്റ്റ് മാറിയിട്ടില്ല. പോർട്ട്ഫോളിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നമ്മുടെ വ്യൂവേഴ്സിൻ്റെയും ഒക്കെ തന്നെ, ഇത് കാണുന്നവരുടെയൊക്കെ തന്നെ പോർട്ട്ഫോളിയോയിൽ എന്തായാലും ട്രംപിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടാവും 2026 2025. അദ്ദേഹം വന്നതിന് ശേഷം താരിഫ് മുതൽ ടാക്സിങ് മുതൽ പലതരത്തിൽ ഇന്ത്യയും ബുദ്ധിമുട്ടിച്ചു, ട്രേഡ് വാർ, അങ്ങനെ പലതരത്തിൽ, അതിനുശേഷം വാർ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. സോ ഏതായാലും ട്രംപ് ശരിക്കും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ
ആസ്തിയിൽ 3 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും ക്രിപ്റ്റോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അദ്ദേഹം നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എത്തിക്സ് പുറത്തേക്കൊട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രേഡ് റിപ്പോർട്ട് കാണിച്ചിരിക്കുന്നത്. നോക്കാം, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഓൾറെഡി, അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് ഓൾറെഡി, പക്ഷെ അതിന് പുറമെ ഇതുകൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലുള്ള ഇൻഫർമേഷൻ, ഇത് പബ്ലിഷ് ഇൻഫർമേഷനാണ്, നിങ്ങൾക്കും ഇതിൻ്റെ കോപ്പികളൊക്കെ ലഭിക്കുന്നതാണ്. സോ വായിച്ചു നോക്കുക, പല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. നോക്കാം, ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.